ശാന്തി. മഹാഭാരതത്തിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഒരു ദൃശ്യം ഇന്നെൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ദ്രോണാചാര്യർ തൻ്റെ വിദ്യാർത്ഥികളുടെ പ്രാവീണ്യത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു പരീക്ഷ എടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അതിനുള്ളതായിരിക്കുന്ന പരീക്ഷാ ഹാള് സജ്ജമാക്കി. അന്നത്തെ ഭാഷയിലുള്ള ആചാര്യന്മാരുടെ ഹാള് പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു കിളി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കിളിയുടെ കണ്ണിലേക്ക് അസ്ത്രമേത് കൊള്ളിക്കണം, ഇതായിരുന്നു പരീക്ഷാ വിഷയം. ആദ്യം വന്നു യുധിഷ്ഠിരൻ. ഗുരു ചോദിക്കുകയാണ്, അസ്ത്രമേത് അയക്കാൻ നിൽക്കുന്ന സമയത്ത് നീ എന്തൊക്കെയാണ് കാണുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ പറയും, ഞാൻ ഒരു മരം കാണുന്നുണ്ട്, ആ മരത്തിൻ്റെ കടയ്ക്ക് കുറേ ഉറുമ്പുകൾ കൂട് കൂട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ആ മരത്തിൻ്റെ കൊമ്പുമ്മേ ഒരു കിളി ഇരിക്കുന്നുണ്ട്, ആ കിളീനെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ആചാര്യൻ പറയും, നീ നല്ലൊരു രാജാവാൻ യോഗ്യനാണ്, എന്നാൽ ഒരു വില്ലാളി വീരനാവില്ല, നീ പൊയ്ക്കോളൂ എന്ന് പറയും. അങ്ങനെ ഓരോരുത്തരെയായിട്ട് വിളിച്ചു. ഓരോരുത്തർ അവരവൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ പറഞ്ഞു. കാണുമ്പോൾ ചിലർ കൊമ്പ് കണ്ടു, ചിലർ കിളിയെ കണ്ടു, ബാക്കിയൊന്നും കണ്ടില്ല, ചിലർ മരം കണ്ടു. ഇങ്ങനെ പലരുടെയും ദൃശ്യങ്ങൾ പല വിധത്തിലായിരുന്നു. അവസാനം അർജുനനെ വിളിച്ചു. അർജുനൻ്റെ ഒഴിവായി. അർജുനൻ വന്ന സമയത്ത് അർജുനനോട് ചോദിക്കുകയാണ് ഗുരു, എന്താണ് നീ കാണുന്നത് എന്ന്. അപ്പോൾ അർജുനൻ പറയും, എനിക്ക് ആ മരക്കൊമ്പിലിരിക്കുന്ന കിളിയുടെ കണ്ണ് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ, വേറെ ഒന്നും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ പറയും, നീ അസ്ത്രം അയച്ചോളൂ, നീ ജയിച്ചോളൂ എന്ന് പറയുകയാണ്. ഇതാണ് ലക്ഷ്യം അഥവാ കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയുന്നത്. ലക്ഷ്യത്തിലേക്ക് മാത്രം കാണുന്ന ഒരാൾ, അവരാണ് ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം നേടിയെടുക്കാറുള്ളൂ. അതുകൊണ്ട് ഒരു ലക്ഷ്യം നേടുന്ന സമയത്ത് ഞാൻ ഹിന്ദിയിൽ ഒരു വാക്ക് ഓർത്തു പോകും, കുച്ചു കുച്ചു ഖോന കുച്ചു കുച്ചു പാന എന്ന്. ഒരു കാര്യം നേടുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ചിരിയും കളിയും സന്തോഷവും മാത്രമായി ജീവിക്കുന്ന വിദ്യാർത്ഥി ജീവിതത്തിൽ ഉയർന്ന സ്കോർ ആരും നേടാറില്ല. നല്ല മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ത്യാഗം ചെയ്ത് പഠിച്ചാലേ പറ്റുള്ളൂ. ജീവിതത്തിൽ ഉന്നതമായിരിക്കുന്ന ഒരു പൊസിഷനിലെത്തണം എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ സന്തോഷങ്ങളുടെ മൊമെൻറ്റ്സിനെ അല്ലെങ്കിൽ ഒത്തുചേരുമ്പോഴുള്ള ആനന്ദങ്ങളുടെ അവസ്ഥകളെ, കല്യാണം, കാതുകുത്ത്, ഉത്സവം, ഇങ്ങനെയുള്ള പലതിനും ത്യജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ ജീവിതത്തിൽ ഏതെങ്കിലും ഉന്നത അവസ്ഥയിൽ എത്താറുള്ളൂ. ഇനി ഉന്നത അവസ്ഥയിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ, അവരോട് നിങ്ങൾ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു നോക്കിയേ. ഇഷ്ടം പോലെ തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, സന്തോഷിക്കുക, ഇതല്ലേ ജീവിതം എന്ന് വിചാരിക്കുന്ന ആർക്കും തന്നെ ഉന്നത പദവികൾ അലങ്കരിക്കാൻ പറ്റാറില്ല. അവരെല്ലാം സാധാരണയിൽ സാധാരണമായി ജീവിച്ചുകൊണ്ട് മരിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് സന്തോഷം എന്ന് പറയുന്നത് ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വിലയില്ലെന്നൊന്നുമല്ല. തീർച്ചയായിട്ടും ഒത്തുചേരുന്നത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒന്നിച്ച് സംസാരിച്ചിരിക്കുന്നത് അതിനേക്കാൾ ആനന്ദദായകമാണ്. പക്ഷേ ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് വിചാരിച്ചു പോയാൽ അവർ ജീവിതത്തിൽ അധികം വൈകാതെ ആ ആനന്ദമൊക്കെ നഷ്ടപ്പെടുത്തുന്നതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ തന്നെ, നിങ്ങളുടെ തറവാട്ടിൽ തന്നെ ആരാണോ എല്ലാ രീതിയിലും പൊസിഷൻ കൊണ്ടാണെങ്കിലും ധനം കൊണ്ടാണെങ്കിലും അവരുടെ കർമ്മം കൊണ്ടാണെങ്കിലും ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്നത്, അവർ വരുമ്പോൾ അവരെ കൂടി നിന്ന് സംസാരിക്കാൻ എല്ലാവർക്കും എന്തൊരു ഇഷ്ടമാണ്. അതേസമയം എല്ലാവരുമായിട്ടും ചിരിച്ചും കളിച്ചും സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ തൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുത്തതെങ്കിൽ അവന് വിലയെ കൊടുക്കാറില്ല. എന്നുവെച്ചാൽ അർത്ഥം സ്വന്തം അധ്വാനം കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കുന്നവർക്കാണ് സമൂഹത്തിൽ വിലയുണ്ടാകുന്നത്, കുടുംബത്തിൽ വിലയുണ്ടാവുന്നത്. അവരാണ് യഥാർത്ഥമായിരിക്കുന്ന എൻജോയ്മെൻറ്റ് ലൈഫിൽ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തെ ആസ്വദിക്കുന്നത് നിങ്ങളുടെ ഫീൽഡ് എന്തുമാകാം. മോക്ഷമാർഗത്തിൽ സന്യാസിയായിട്ടാണെങ്കിലും ഒരു സന്യാസി അവരുടെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഊർജം പകർന്നു കൊടുക്കും വിധം ശക്തിശാലിയായി എങ്കിൽ വെറും ഒരു കുഞ്ഞു വസ്ത്രം മാത്രം എടുത്ത ആ സന്യാസി വരുന്നുണ്ടെങ്കിലും അവരുടെ പിന്നാലെ എല്ലാവരും വട്ടം കൂടി നിൽക്കാറുണ്ട്. ധനം അല്ലെങ്കിൽ വസ്തുക്കൾ, വൈഭവങ്ങൾ മാത്രമാണ് ഒരു ജീവിതത്തിൻ്റെ വിജയം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കുന്ന മാർഗം എന്തോ അതിൻ്റെ പരിപൂർണത, അതാണ് നിങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾ എക്സ്പെർട്ട്നെസ് കൈവരിക്കാമെങ്കിൽ, ആ കാര്യത്തിൽ നിങ്ങൾ ഉയർന്ന തലത്തിലെത്താമെങ്കിൽ തീർച്ചയായിട്ടും ലോകം നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് തിരഞ്ഞെടുക്കുകയും അത് ഇന്നതാണ് എന്ന് നിശ്ചയിക്കുകയും, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ കുട്ടികളുടെ അടുത്ത് അവരുടെ ലൈഫിൻ്റെ എയിമിനെ കുറിച്ച് നിശ്ചയിക്കാൻ പറയുമ്പോൾ
പുതുതായിട്ട് ജോലി തുടങ്ങുന്ന ആളുകളുടെ അടുത്ത് അവർക്ക് വേണ്ടതായിരിക്കുന്ന പൊസിഷനെ കുറിച്ച് നിശ്ചയിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ്മാൻമാരുടെ അടുത്ത് എന്താണ് നിങ്ങളുടെ ജീവിതം എന്ന് ഓപ്ഷൻ ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു ബിസിനസ്മാൻ ആവണം, എനിക്കൊരു സിംഗർ ആവണം, എനിക്കൊരു ഡാൻസർ ആവണം, ഇങ്ങനെ ഒറ്റ കാര്യങ്ങളെ പറയാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ പെർഫെക്ഷനിൽ എത്തിച്ചേരില്ല. ഒരു സിംഗർ ആണെങ്കിൽ എനിക്ക് ഏത് ടൈപ്പ് മ്യൂസിക്കിലാണ്, ഏത് ടൈപ്പ് സിംഗിങ്ങിലാണ്, പാട്ടിലാണ് ഞാൻ എക്സ്പെർട്ട് ആവേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിച്ചിരിക്കണം. ഒരു നല്ല വരയ്ക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ഏത് ടൈപ്പ് പെയിൻറ്റിങ്ങിലാണ് എനിക്ക് എൻ്റെ എക്സ്പെർട്ട് ആവേണ്ടത് നിശ്ചയിച്ചിരിക്കണം. ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ എൻ്റെ ബിസിനസ് ഏതൊക്കെ തലങ്ങളിൽ ഏതിൽ എക്സ്പെർട്ട് ആവണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ തൻ്റെ ലക്ഷ്യത്തെ പൂർണ്ണമായിട്ട് ക്ലിയറായിട്ട് കാണുന്ന ആളുകൾ അവർ മാത്രമാണ് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാറുള്ളൂ. അർജുനനെ പോലെ കാണുന്നത് കിളിയെ ആവരുത്, മരത്തിനെ ആവരുത്, കിളിയുടെ കണ്ണ് മാത്രം കാണുമ്പോൾ നിങ്ങൾ ലക്ഷ്യം നേടിയെടുത്തിരിക്കും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഈ ജീവിതയാത്രയിൽ എനിക്ക് ഇന്നതാണ് ഞാൻ കൈവരിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുകയും അതിനെ തൻ്റെ ഓരോ നിമിഷത്തിലും കാണുകയും തൻ്റെ സങ്കല്പം, വാക്ക്, കർമ്മം, എൻ്റെ എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന എല്ലാം നിങ്ങൾ അതിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ സമർപ്പണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ വിജയത്തിൻ്റെ ആധാരമായിട്ട് മാറുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾക്കൊക്കെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്തെന്നതിനെ കാണാൻ സാധിക്കണം. അതിൻ്റെ പേരാണ് വിഷ്വലൈസേഷൻ. എന്താണോ എനിക്ക് വേണ്ടത് അത് ഇന്ന് ഞാൻ എൻ്റെ കണ്ണാടിയിലുള്ള രൂപത്തെ കാണുന്ന അത്ര തന്നെ വ്യക്തതയോട് കൂടിയിട്ട് ഞാൻ ആ കാര്യത്തെ കാണുന്ന സമയത്ത് അതിന് വേണ്ടതായിരിക്കുന്ന ഊർജം എവിടെ നിന്നാണെന്നറിയില്ല. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിന് വേണ്ടതായിരിക്കുന്ന സ്കിൽ അഥവാ തോട്ട്സ്, ഐഡിയാസ് ഉണർന്നു വരും. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന വൈബ്രേഷൻസ് അതിന് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ആളുകളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും, അതിന് വേണ്ട വസ്തുക്കളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും, സാഹചര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. പക്ഷേ കണ്ടീഷൻ കാണുന്നുണ്ടായിരിക്കണം എങ്കിൽ മാത്രം. അതുകൊണ്ട് എപ്പോഴാണോ അർജുനൻ പക്ഷിയുടെ കണ്ണ് കണ്ടത് അതുപോലെ ജീവിതത്തിൽ വേണ്ടതെന്തെന്ന് നിശ്ചയിച്ച് വ്യക്തമായി ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകൂ. മഹാഭാരതം നമുക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് കോൺസെൻട്രേഷൻ. ഈവൻ കണ്ണടച്ചിട്ട് ഇരുട്ടിൽ പോലും ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് അസ്ത്രം അയക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് പെർഫെക്റ്റ് ആയിരിക്കുന്ന ധനുർധാരി എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിലെ കണ്ണിൻ്റെ മുന്നിൽ കാണാത്തതായിരിക്കുന്ന കാര്യങ്ങളെപ്പോലും അതിൻ്റെയും അപ്പുറത്തെന്ത് സംഭവിക്കാൻ സാധിക്കുന്നു എന്ന് നമ്മുടെ ഇൻഡ്യൂഷൻ കൊണ്ട് കാണാത്ത കാര്യത്തെ കണ്ടുകൊണ്ട് അതിന് വേണ്ട പ്രതിവിധി ഉണ്ടാക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പെർട്ട് ആവുന്നത്, സക്സസ്ഫുള്ളായിട്ട് മാറുന്നത്. അതിന് ഈ കണ്ണുകൊണ്ടുള്ള കാഴ്ച മാത്രം പോരാ, ഈ കണ്ണുകൊണ്ടുള്ള കാഴ്ച വേണം. അതിൻ്റെ പേരാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ പവർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് കാണാനുള്ള ക്ഷമതയും മനസ്സുകൊണ്ട് അനുഭൂതി ചെയ്യാനുള്ള ക്ഷമതയും നമുക്ക് വർദ്ധിപ്പിക്കണം. ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യാനുള്ളതായിരിക്കുന്ന ബെസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ പേരാണ് മെഡിറ്റേഷൻ. അതുകൊണ്ട് ജീവിതത്തിൽ ഉണർന്ന സമയത്ത് അരമണിക്കൂർ സമയം മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് ജീവിതത്തിൽ എല്ലാ വിജയവും നേടിയവർ. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുക, ലക്ഷ്യത്തെ ആദ്യം വ്യക്തമായി കാണുക, അത് കണ്ട ശേഷം അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആന്തരികമായ ശക്തി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷന് ശേഷം അതിനെ പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അത്തരത്തിൽ അതിലേക്ക് അവനവനെ പൂർണ്ണമായിട്ട് വലിച്ചെറിയുക. ഞാനൊരു ബുക്കിൽ വായിച്ചിട്ട് ഓർക്കും, പുള്ളിങ് യുവർ ഓൺ സ്ട്രിങ്സ് എന്ന ബുക്കിൽ ഞാൻ വേർഡ്സാണ് കോട്ട് ചെയ്തത്. ത്രോ യുവർ സെൽഫ് ഇൻ ടു ഇറ്റ്. അതിലേക്ക് വലിച്ചെറിയൂ നിങ്ങളെ, അതിൽ മുങ്ങട്ടെ. നിങ്ങളുടെ സങ്കല്പം, വാക്ക്, കർമ്മം, മനസ്സ്, സന്തോഷങ്ങൾ എല്ലാം അതിൽ കണ്ടെത്തട്ടെ. എന്നാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം നിങ്ങൾക്ക് സത്യമായിരിക്കും. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.